ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ സാജു പോൾ, വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, എന്നെ കേൾക്കുന്ന ജനാധിപത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഇന്ത്യ ഫോർ ഇന്ത്യ എന്ന ടാഗ്ലൈനിൽ ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത് കേവലം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടോ അദ്ദേഹം ജയിലിൽ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് കൊണ്ടോ അല്ല. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ, കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ കേൾക്കുന്ന ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആദ്യം കുട്ടിക്കാലത്ത് അതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല. പിന്നീട് പഠന കാലയളവിലാണ്, പഠിക്കുന്ന സമയത്താണ് കാലയളവിലാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ സൗന്ദര്യവും അത്തരം രാജ്യത്ത് ജീവിക്കുന്നതിന്റെ സൗഭാഗ്യവും ഒക്കെ മനസ്സിലാക്കും. അപ്പോഴാണ് നമ്മൾ ഈ ഏകാധിപത്യവാദികളെ പറ്റി കേൾക്കുന്നതും പഠിക്കുന്നതും അതിന്റെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളെ പറ്റി വായിക്കും. ഇപ്പൊ നമുക്കറിയാം, വായിക്കുന്നവർക്കൊക്കെ അറിയാം, ഉത്തര കൊറിയയിലുള്ള ഏകാധിപതിയായ മനുഷ്യൻ കിം ജോങ് ഉൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടെ നിന്നൊക്കെ വരുന്ന വാർത്തകൾ നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നതാണ്. അതായത് കൂടെ ഇരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള അമ്മാവൻ, സഹപ്രവർത്തകൻ കൂടെ ഇരുന്ന സമയത്ത് ഉറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് സിംഹക്കൂട്ടിൽ ഇട്ട് കൊടുക്കുക. സ്വന്തം അമ്മാവൻ മരണപ്പെട്ട സമയത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായ ദുഃഖാചരണമൊക്കെ ഉണ്ട്. നമുക്ക് 5-6 ദിവസങ്ങളൊക്കെ നമ്മൾ ആ ദുഃഖാചരണത്തിന്റെ ഭാഗമായി വീട് വിട്ട് ഇറങ്ങാതിരിക്കും, ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ ഉത്തര കൊറിയയിലെ ഈ മഹാനായ മനുഷ്യന്റെ പ്രിയപ്പെട്ട അമ്മാവൻ മരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, 1 വർഷത്തേക്ക് ഞാൻ ഈ സംഗീതം കേൾക്കുന്നില്ല, പാട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരാളും പാട്ട് കേൾക്കില്ല. ആർക്കെങ്കിലും പ്രതിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം രാജാവാണ് പ്രതിഷേധിക്കാൻ തലവെട്ടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ കേൾക്കുന്ന വാർത്തകൾ ഗൂഗിളിലൊക്കെ ഇട്ടതാണ്, മറ്റു പൊതു മാധ്യമങ്ങളിൽ വാർത്തകൾ വരും. നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ പറയുന്നത് ഇഷ്ടമില്ലാത്തവർ, അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിൽ മുടി വെട്ടാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന്റെ പെങ്ങൾ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഏകാധിപത്യവാദികളെ പറ്റി, അവരുടെ ജീവിത രീതികളെ പറ്റിയും അവരുടെ ഭരണപരമായിട്ടുള്ള നയങ്ങളെ പറ്റി കേൾക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണെന്നും, ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഇവിടെ വഞ്ചി സ്ക്വയറിൽ എറണാകുളത്ത് വന്നത് നരേന്ദ്രമോദി നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ അഴിമതിക്കാരനാണ്, നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് പറയാനുള്ള സൗകര്യവും പറയാനുള്ള അവസരവും എറണാകുളത്തിന്റെ മണ്ണിൽ കിട്ടുന്നത് എന്ന് പറയുന്നത് ഞാൻ നേരെ സൂചിപ്പിച്ച ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. ആ ജനാധിപത്യ രാജ്യം എങ്ങോട്ട് പോവുകയാണ് എന്ന് ആലങ്കാരികമായി പറയുന്നതിന്റെ അപ്പുറം ചില ഡേറ്റാസും ഫാക്ട്സും ഒക്കെ വെച്ച് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം ഏകാധിപത്യ മനോഭാവത്തിന്റെ അടുക്കിലേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അദ്ദേഹം ജയിലിലാകുന്നതും. അതിനെ തുടർന്ന് ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരികയും ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും എല്ലാ വിയോജിപ്പുകളും എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരേ വേദിയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കെതിരെ സമരം ചെയ്ത്, കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയിൽ അധികാരത്തിൽ വന്നത്. പലരും നമ്മളെ കളിയാക്കുന്നത് കോൺഗ്രസുമായി എങ്ങനെ നിങ്ങൾക്ക് വേദി പങ്കിടാൻ സാധിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ്, സ്വാഭാവികമായും ആം ആദ്മി പ്രതിപക്ഷ പാർട്ടിയാണ്. പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഭരിക്കുന്നവർ ചെയ്യുന്ന ഭരണപരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ CPI-യുമായി വേദി പങ്കിടാൻ സാധിക്കും, എങ്ങനെ CPI-യുമായി വേദി പങ്കിടാൻ സാധിക്കും? നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ വോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന BJP-യുടെ B ടീമാണെന്ന് പോലും ആക്ഷേപമുള്ള സാഹചര്യത്തിൽ ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇത്തരം ഒരു കോമൺ പ്ലാറ്റ്ഫോം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും ഒക്കെ. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഇന്ത്യ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന, നോ വോട്ട് ഫോർ BJP എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഏറ്റെടുക്കുന്നതും അതിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം സൃഷ്ടിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില സൂചനകളൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് എറണാകുളം പ്രസ് ക്ലബിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടാണ് ഞാനും
പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരും വന്നത്. ആ പ്രസ് മീറ്റ് നടത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കൊടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തെ പറ്റി, സാഹചര്യത്തെ പറ്റിയാണ്. ഏതാണ് എവിടെ കിടക്കുന്ന ശരത് റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യം പ്രതിയാക്കപ്പെട്ട ആളാണ്. ആലോചിച്ച് നോക്കണം, അദ്ദേഹം ആദ്യം പ്രതിയാക്കപ്പെട്ട ആളാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ട ഒരു മനുഷ്യൻ, നമുക്കറിയാം ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാറൊക്കെ ഉണ്ട്, എങ്ങനെയാണ് മാപ്പുസാക്ഷിയാകുന്നത്? 5 പേര് ചേർന്ന് ഒരു ക്രൈം ചെയ്താൽ അതിൽ ഒരാളെ പിടിച്ച് അന്വേഷണ ഏജൻസിയെ CBI ആകട്ടെ പോലീസ് ആകട്ടെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുകയോ ചെയ്താൽ ബാക്കിയുള്ള കള്ളന്മാരെ പറ്റി അല്ലെങ്കിൽ പ്രശ്നക്കാരെ പറ്റി ഞാൻ മൊഴി തരാം, എനിക്ക് മാപ്പ് തരണം, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് അഡീഷണൽ ആയി പറയാമെന്ന് പറയുന്നതാണ് ഈ മാപ്പ് സാക്ഷി ഉണ്ടാകുന്നത്. ഡൽഹി അഴിമതി ബന്ധപ്പെട്ട ആദ്യം പ്രതിയാക്കപ്പെട്ട മനുഷ്യനാണ് ഈ പറയുന്ന ശരത് റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പ്രതിയായി. ഈ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം ഒന്ന് ആലോചിച്ചു, പ്രതിയാക്കപ്പെട്ടതിന് ശേഷം 5-ാം ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ച ഇലക്ട്രൽ ബോണ്ട് വഴി 5 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. 5 കോടി രൂപ വാങ്ങിച്ച ഉപകാര സ്മരണയായി. 5 കോടി രൂപ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഈ PMLA ആക്ടിൽ പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്. നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോൺ പെയിനബിൾ ഒഫൻസിൽ അകത്ത് പോയാൽ പോലും ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം കേസ് പോലീസ് എടുത്താൽ പോലും കോടതിക്ക് വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിച്ച് വിവേചനപരമായ അധികാരം ഉപയോഗിച്ച് കോടതിക്ക് ജാമ്യം നൽകാം. പ്രോസിക്യൂട്ടർ എതിർത്താൽ പോലും എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ എതിർപ്പ് പറഞ്ഞാൽ പോലും കോടതിക്ക് പറയാം ഈ കേസിൽ ജാമ്യം അദ്ദേഹം അർഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഈ PMLA ആക്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെക്ഷൻ 45 പ്രകാരം അന്വേഷണ ഏജൻസി ജാമ്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ജഡ്ജിന് ജാമ്യം കൊടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് നിയമത്തിന്റെ പ്രത്യേകത. ഇവർ പറയുന്ന അഴിമതി നടത്തിയെന്നാണ്. അഴിമതി നടത്തിയെങ്കിൽ അഴിമതി വിരോധ നിയമപ്രകാരം 1998 പാർലമെന്റ് പാസ്സാക്കിയ നിയമമില്ലേ, ആ നിയമപ്രകാരം കേസ് എടുക്കണം. അപ്പൊ അതല്ല കേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ രൂപം, അദ്ദേഹത്തിന്റെ ഭാവം ഇന്ത്യൻ ജനത നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കള്ളങ്ങൾ തിരിച്ചറിയാൻ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ആ മനുഷ്യൻ കഴുത്തുറങ്ങിൽ കിടക്കട്ടെ എന്ന് ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ശക്തി തെളിയിച്ച ഒരു പാർട്ടിയുടെ അമരക്കാരൻ കഴുത്തുറങ്ങിൽ കിടക്കട്ടെ എന്ന് ഏകാധിപതിയായ നരേന്ദ്രമോദി വിചാരിച്ചതിന്റെ കേസാണ് ഈ മദ്യനയ കേസ് എന്ന് പറയുന്നത്. അതാണ് ഈ കേസ്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5 കോടി രൂപ കൊടുക്കുന്നു. 5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ നേരത്തെ സെറ്റ് ചെയ്തതുപോലെ മാപ്പ് സാക്ഷിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി ഒരു ആരോപണമില്ലാതിരിക്കും. മാപ്പ് സാക്ഷിയായതിനു ശേഷം കേജ്രിവാളിനെ പറ്റി മൊഴി വരുന്നു. ആ മൊഴി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ കോടതി വരുമ്പോൾ ED തലകുമ്പിട്ട് നിൽക്കുക, നിങ്ങൾ ജാമ്യം കൊടുത്തോളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കോടതിയിൽ അദ്ദേഹത്തിന്റെ അവരുടെ വക്കീല് പറഞ്ഞു ജാമ്യം കൊടുത്തോളൂ. ജാമ്യം കൊടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോ അരവിന്ദ് ഫാർമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനി വഴി 25 കോടി രൂപയും അതിനുശേഷം അദ്ദേഹത്തിന് മറ്റൊരു സഹോദര കമ്പനി വഴി 25 കോടി രൂപയും അങ്ങനെ 55 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ഫണ്ട് വഴി കൊടുത്ത മനുഷ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നീതിമാനായ ഒരു മനുഷ്യൻ നിങ്ങൾ പിടിച്ച് ജയിലിടുമ്പോ ഇന്ന് ഞങ്ങൾ ഒരു പ്രസ് മീറ്റ് നടത്തി. അതിൽ പറഞ്ഞ ചില വസ്തുതകളുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ശ്രീ അരുൺകുമാറിനൊക്കെയുള്ള ഒരു വേദിയിലുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഇത്ര ആധികാരികമായി നിയമപരമായ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രനെ കൊടകര കേസിൽ 1ാം പ്രതി ആക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നൊരു പ്രസ് മീറ്റ് നടത്തിയിട്ട് പക്ഷെ വോട്ട് ചെയ്യാൻ പല മാധ്യമങ്ങളും തയ്യാറാകുന്നത് സത്യത്തിൽ സങ്കടകരമായ വസ്തുതയല്ല. നിങ്ങൾ ആ കേസ് മനസ്സിലാക്കണം. എന്താ കേസ്? 2019 നിയമസഭാ ഇലക്ഷനിൽ കർണാടകയിൽ നിന്ന് 3.5 കോടി രൂപ കൊണ്ടുവരുന്നു. ആ 3.5 കോടി രൂപ അങ്കമാലിക്ക് എടുത്തു വെച്ച് ഒരു വ്യാജ ആക്സിഡന്റ് സൃഷ്ടിക്കപ്പെടുന്നു. ആ വ്യാജ ആക്സിഡന്റ് സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് 3.5 കോടി രൂപ അടിച്ചോണ്ടു. ഈ 3.5 കോടി രൂപ പോയപ്പോ ഷംജി എന്ന് പറയുന്ന 1ാം സാക്ഷി കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് മൊഴി കൊടുക്കുന്നു. എന്താ മൊഴി? എന്റെ 25 ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി. 3.5 കോടി രൂപ അയച്ചുകൊണ്ട് പോയ കേസാ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ജോഷിയുടെ വീട്ടിൽ ഒരു കള്ളൻ, ഏതോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവാണ്, നല്ല അടിപൊളി ടെററിഫിക് കള്ളൻ. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തെ പോലീസ് പിടിച്ചു. സാധാരണ നമ്മുടെ വീട്ടിൽ ചെറിയ മോഷണങ്ങളൊക്കെ പോയാൽ നമ്മളെന്താ പോലീസിൽ ചെന്ന് പറയുക, 2 മാസം പോയാൽ 5 മാസം പോയെന്ന് പറയും.
50,000 രൂപ 1,00,000 രൂപ വന്നത്. കാരണം നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞാലേ ബാക്കിയുള്ളത് കിട്ടുള്ളൂ നമുക്കറിയാം. പക്ഷേ ഇവിടെ 3.5 കോടി രൂപ പോയിട്ട് 3.5 കോടി രൂപ അയച്ചോണ്ട് പോയിട്ട് കവർ ചെയ്തുകൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ് 25 ലക്ഷം രൂപ പോയതിന്റെ അർത്ഥം പ്രാഥമികമായി ഇത് കള്ളപ്പണമാണെന്നല്ല. കാരണം പോലീസുകാർ ചോദിക്കും 3.5 കോടി രൂപയുടെ സോഴ്സ് കാണിക്കണം. പരാതി കൊടുക്കുന്നവർ ചോദിക്കും 3.5 കോടി രൂപയുടെ സോഴ്സ് കാണിക്കണം. സോഴ്സ് കാണിക്കാനില്ല, കള്ളപ്പണമാണ്, ഹവാലപ്പണമാണ്. പക്ഷേ FI മൊഴിയിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കോഴിക്കോടുള്ള ധർമ്മരാജ് എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ വസ്തു കച്ചവടമായി എന്നെ ഒരു കറുത്ത ബാഗിൽ ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തിന് അത്രേ അറിയുള്ളൂ. ഷംജീർ എന്ന് പറയുന്ന ഒന്നാം സാക്ഷി അറിയാവുന്നത് കോഴിക്കോട് വെച്ച് എന്റെ കയ്യിൽ 25 ലക്ഷം രൂപ വസ്തു കച്ചവടം തന്നു, അത് തട്ടിക്കൊണ്ടുപോയി എന്ന കേസ്. പോലീസ് കേസ് അന്വേഷിച്ചു. കേസ് അന്വേഷിച്ചതിന് ശേഷം ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ 173 CRPC കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അതിലും ഭയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മതേതര കേരളം, ജനാധിപത്യ കേരളം, പൗരബോധമുള്ള കേരളം ഓരോ ദിവസവും ചർച്ച ചെയ്യേണ്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വസ്തുത ആ കേസിൽ എഴുതി പറയുകയാണ്. ഇത് വസ്തു കച്ചവടം കൊണ്ടുപോയി പൈസയല്ല, മറിച്ച് കർണാടകയിൽ നിന്ന് അനധികൃതമായി സ്വരൂപിച്ച പണം, കർണാടകയിൽ നിന്ന് അനധികൃതമായി സ്വരൂപിച്ച പണം ഹവാല ഏജന്റായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന രണ്ടാം സാക്ഷി, ഹവാല ഏജന്റായി വർഷങ്ങളായി പല അനധികൃത ഇടപാടുകളും നടത്തിയിട്ടുള്ള രണ്ടാം സാക്ഷി, ഈ കേസിലെ 7ാം സാക്ഷിയുടെയും 8ാം സാക്ഷിയുടെയും 9ാം സാക്ഷിയുടെയും അറിവോടും നിർദ്ദേശത്തിന്റെയും ഭാഗമായി കേരളത്തിൽ കൊണ്ടുവന്നു. ആരാ കേസിലെ 7ാം സാക്ഷി എന്നറിയാമോ? ഈ കേസിലെ 7ാം സാക്ഷി എന്ന് പറയുന്നത് BJPയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ കേസിലെ 8ാം സാക്ഷി എന്ന് പറയുന്നത് BJPയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കമ്മിറ്റി ഗണേശൻ നായർ. ഈ കേസിൽ 9ാം സാക്ഷി എന്ന് പറയുന്നത് അവരുടെ ഓഫീസ് സെക്രട്ടറിയാണ്. ഈ 7ഉം 8ഉം 9ാം സാക്ഷികളുടെ നിർദ്ദേശപ്രകാരം അറിവോടുകൂടി കർണാടകയിൽ നിന്ന് അനധികൃതമായി 24 മണിക്കൂറും ഹവാല ഇടപാട് നടത്തുന്ന രണ്ടാം സാക്ഷി കൊണ്ടുവന്ന പണമാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കേരള പോലീസ് പറഞ്ഞിട്ട് അതിന്റെ മുഴുവൻ റെക്കോർഡും ഇവരുടെയൊക്കെ സഖ്യകക്ഷിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഈ പറഞ്ഞ ഇൻകം ടാക്സും കൊടുത്തിട്ട് അവര് പറയുന്നത് 1 രൂപ പോലും പോയതായി ഞങ്ങൾക്ക് അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. കള്ളപ്പണമാണെന്നും ഹവാലപ്പണമാണെന്നും ഹവാലക്കാരനുമായി കേരളത്തിലെ BJPയുടെ അധ്യക്ഷന് ബന്ധമുണ്ടെന്നും അയാളുടെ ഒത്താശയോടും അറിവോടും കൂടിയാണ് ഈ കള്ളപ്പണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടും ഈ പണം എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നോ അത് എങ്ങോട്ട് കൊണ്ടുപോയെന്നോ അന്വേഷണമില്ല. ചാർജിൽ പോലീസ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കള്ളപ്പണമാണ്, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട ബാക്കി ഉത്തരവാദിത്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സുമാണ്. അതുകൊണ്ട് അനുബന്ധ കുറ്റപത്രം ഞങ്ങൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളിതുവരെയായിട്ട് അവരെ കേസ് കിട്ടിട്ടില്ല. ആലോചിച്ച് നോക്കി. PMLA ആക്ട് പ്രകാരം അരവിന്ദ് കേജ്രിവാൾ പോകുന്നതിന്റെ എത്രയോ ദിവസം മുമ്പ് ഈ മനുഷ്യൻ ബീഹാർ ജയിലിൽ പോകേണ്ടതല്ലേ? പക്ഷേ ED എന്ന് പറയുന്നതും CBI എന്ന് പറയുന്നതും പ്രതിപക്ഷ സഖ്യ സംവിധാന കക്ഷികളെ അഴിച്ചുകൊണ്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് 40 വട്ടം ഈ നാട്ടിലെ പ്രതിപക്ഷ സഖ്യകക്ഷികളുടെ നേതാക്കന്മാർ പറയുമ്പോൾ നമുക്ക് പുച്ഛമായിരിക്കും. പക്ഷേ ഇതല്ലേ സത്യം? ഇതാണ് സത്യം. ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? 3.5 കോടി രൂപ. ഞാൻ എപ്പോഴും എനിക്ക് രസകരമായി തോന്നിയത് ഇവന്മാർ ജയിക്കാത്ത കേരളത്തിൽ കുറെ നാളായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുക 13% മേലേക്ക് വോട്ടില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് എഴുതിച്ചിരിക്കുന്നത് ചന്ദ്രശേഖരൻ മന്ത്രിയായി കഴിഞ്ഞു. ഇപ്പോഴും ആലപ്പുഴ കണ്ടപ്പോൾ ഞാൻ കാണുന്നത് NDA സഖ്യകക്ഷിയിലെ ഉരുക്ക് വനിതയായ മന്ത്രി ശോഭാ സുരേന്ദ്രന്റെ സൈഡില് ഈ താമരയുടെ തൊട്ടടിയിൽ നമ്മൾ പോയിട്ട് ചിഹ്നമുള്ള ഗ്യാസ് സിലിണ്ടർ എഴുതി വേണം. കാരണം ഈ വ്യക്തി UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് 440 രൂപയ്ക്ക് സിലിണ്ടർ കിട്ടുന്നതിനെ വിലക്കയറ്റമാണെന്ന് പറഞ്ഞ് സൈക്കിളിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി പോയി ചിത്രം ഇപ്പോഴും നമ്മൾ മനസ്സിലുണ്ട്. ഇന്ന് ഗ്യാസ് സിലിണ്ടർ 1746 രൂപയായി. എന്റെ അഭിപ്രായത്തിൽ സ്ഥാപന ചിഹ്നത്തിലല്ല വോട്ട് തരുന്നത്, ഗ്യാസ് തന്നെ വോട്ട് തരണം. ഇപ്പൊ പ്രശ്നമല്ലോ അവരുടെ വീട്ടിൽ. അന്നവർ എന്തൊക്കെയാ പറഞ്ഞത്? വീട്ടിൽ അരി വേവുന്നില്ല, ഇപ്പൊ എങ്ങനെയാ വേവിക്കുന്നത്? സ്വന്തമായിട്ടുള്ള ഗ്യാസ് നിർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തൃശ്ശൂർ പോയപ്പോ എന്താണ് പുള്ളി, ഇവരൊക്കെ മന്ത്രിയാകാൻ പോകുന്നവരാ. പക്ഷെ തൃശ്ശൂർ ചെന്നപ്പോഴാണ് ചെയ്യാമോ പുള്ളി മന്ത്രിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിന് എന്തോ പ്രശ്നം ഉണ്ടായ പുള്ളി നേരെ ദേവസ്വം അവിടെ ചെന്ന് സംസാരിക്കുന്നത് മന്ത്രി ആയതുപോലെയാണ്. പുള്ളിയുടെ കൂടെ നിൽക്കുന്നവർ മന്ത്രിയോടെ നടക്കുന്ന പോലെയാണ്. അത് കേട്ടപ്പോഴാണ് നമ്മുടെ കൃഷ്ണകുമാർ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്, കൃഷ്ണകുമാർ നമുക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. പുള്ളി ആദ്യം മുണ്ടും ഷർട്ടും ഇട്ടാണ് കൊല്ലത്തേക്ക് വന്ന് ഇറങ്ങിയത്. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് മോദിജി ഇടുന്നത് ഫുൾ ടൈം കോട്ടായതുകൊണ്ട് പുള്ളിയോടെ വോട്ട് വാങ്ങിച്ച് പുള്ളി ഇട്ടു. പുള്ളി മന്ത്രിയാണെന്ന് പറയും. ഇന്നലെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ കണ്ണിൽ ഏതോ
പ്രകടനത്തിന് പോയപ്പോ എതിർ ചേരിപ്പെട്ട ആര് കണ്ണിൽ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് കണ്ണ് പൂട്ടിക്കെട്ടി അതിന് ഷോ. ഇന്നലെ പത്രത്തിൽ വാർത്ത വരുന്നത് പുള്ളി ആ പരിക്ക് പറ്റിയത് ഏതോ BJP-കാരന്റെ കയ്യിലിരുന്ന ഈ സ്കൂട്ടറിന്റെ ചാവി കണ്ണി കൊണ്ടാ പരിക്ക് പറ്റിയത്. എന്തൊരു ആക്ഷേപമാണ്. കേസ് മഴക്കാൻ ഏതോ പ്രതിപക്ഷ സംവിധാനത്തിൽ അയാളുടെ ആക്രമിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തിപരമായ ആക്ഷേപത്തിലൊന്നും ഞാൻ പോകാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു, താല്പര്യം പക്ഷെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ 1 രൂപ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കേസിൽ 3 കോടി രൂപ പോയ കേസിൽ 12 ലക്ഷം രൂപ കണ്ടെടുത്തു. 3 കോടി രൂപ പോയ കേസിൽ 12 ലക്ഷം രൂപ കണ്ടെടുത്തു. പക്ഷേ സുപ്രീം കോടതി അടക്കം, ഡൽഹി ഹൈക്കോടതി അടക്കം, സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചടക്കം സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിലും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത വേളയിലും അവർ പറഞ്ഞത് സഞ്ജയ് സിംഗിന്റെ പക്കൽ നിന്നും 1 രൂപ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നല്ലേ. ആലോചിച്ച് നോക്കി. 1 രൂപ പോലും കണ്ടെടുക്കാൻ സഞ്ജയ് സിംഗിന്റെ പക്കൽ നിന്നോ, നാളെ വരെ ആം ആദ്മിയുടെ നേതാവായ കേജ്രിവാളിന്റെ പക്കൽ നിന്നോ, മനീഷ് സിസോയുടെ പക്കൽ നിന്നോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയുന്ന കേസിൽ 3.5 കോടി രൂപ അടിച്ചുകൊണ്ടുപോയ കേസിൽ 12 ലക്ഷം രൂപ കണ്ടെടുത്ത കേസിൽ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതിന് ബാക്കി കണ്ടെടുക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ 10-30 ചേർന്ന് പേരുള്ള സംഘമാണ്. ഇതിൽ സുരേന്ദ്രനും ടീമുകാരാണ് പൈസ കൊണ്ടുപോയി ബാക്കിയുള്ളത് വിചാരിച്ചിരുന്നാൽ കള്ളപ്പണമാണ്, കുഴൽപ്പണമാണ്. ആരും തർക്കിക്കാൻ പറ്റില്ലല്ലോ. ഇവർ കൂട്ടുകാരെ ചേർന്ന് പങ്കുവെച്ചോണം. ഈ 3.5 കോടി രൂപയും തിരിച്ച് സുരേന്ദ്രൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കി പൈസ കണ്ടെടുക്കാൻ പറ്റാത്തത്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സംസ്ഥാനത്ത്, ഒരു സീറ്റിൽ പോലും സാധ്യതയില്ലാത്തൊരു സംസ്ഥാനത്ത് ഓരോ ഇലക്ഷനിലും 3.5 കോടിയും 10 കോടിയും 100 കോടിയും 50 കോടിയും ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് സാധ്യതയുള്ള, ജയസാധ്യതയുള്ള മണ്ണിൽ, ഭൂമിയിൽ, സംസ്ഥാനത്ത് ഇവർ എത്രമാത്രം പണം, എത്രമാത്രം കള്ളപ്പണം, എത്രമാത്രം മഹാപണം ഒഴുക്കിയായിരിക്കും ഈ സിസ്റ്റത്തെ അട്ടിമറിക്കുന്ന ആലോചിച്ച് നോക്കിയേ. അതിനെതിരെയാണ് കേജ്രിവാൾ സംസാരിച്ചത്. അതിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ഒരുപാട് സംസാരിച്ചു പോകുന്നില്ല, സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു വർത്തമാനമുണ്ട്. ബൈബിളിൽ പറയുന്ന മനോഹരമായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള രംഗം ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രംഗം ഇതാണ്. ആ രംഗം ക്രിസ്തുവിനെ അദ്ദേഹത്തിന്റെ അന്ത്യ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സ്വന്തം ശരീരവും രക്തവും ശിഷ്യന്മാർക്കും ലോകത്തിനും വേണ്ടി വീതിച്ചു കൊടുത്തതിന് ശേഷം ആ മഹാനായ മനുഷ്യൻ, മഹാനായ ഗുരു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു രംഗം ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രംഗത്തിൽ അദ്ദേഹം ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും കൂടെയുണ്ട്, 12 പേരും കൂടെയുണ്ട്. അതിൽ മുതിർന്ന ശിഷ്യനായ ശിമയോനോട്, പത്രോസിനോട് ക്രിസ്തു പറയുന്നത്, പത്രോസേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോ നീ എനിക്ക് വേണ്ടി ഉണർന്നിലൂടെ പ്രാർത്ഥിക്കാൻ പറയുന്ന ഹൃദയഭേദകമായ രംഗം ബൈബിളിൽ വരച്ചു കാണുന്നുണ്ട്. തിരിച്ച് ക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോ ക്ഷീണം കൊണ്ടായിരിക്കാം ഉറങ്ങിപ്പോകുന്ന പത്രോസിനെയും ശിഷ്യന്മാരെയും കണ്ട ക്രിസ്തു എന്ന മഹാനായ ഗുരു ശിമയോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസേ, 1 മണിക്കൂർ നിനക്ക് എന്റെ കൂടെ ഉണർന്നിരിക്കാൻ സാധിച്ചില്ലേ? 1 മണിക്കൂർ നിനക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ, എന്റെ കൂടെ ഇരിക്കാൻ സാധിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, തീഹാർ ജയിലിന്റെ 13-ാം നമ്പർ റൂമിൽ നിന്ന് ക്രിസ്തുവിനെ പോലെ ശിക്ഷിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നോടും നിങ്ങളോടും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടും മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ കൂടെ ഉണർന്നിരിക്കെ, എനിക്കൊപ്പം ഉണർന്നിരിക്കെ, എനിക്കൊപ്പം പോരാട്ടം നയിക്കുന്ന മതേതര ജനാധിപത്യ കക്ഷ നേതാക്കന്മാരുടെ ഉണർന്നിരിക്കെ. കാരണം അത് എനിക്ക് വേണ്ടിയോ, സുനിതാ കേജ്രിവാളിന് വേണ്ടിയോ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയോ, ബിനോയ് വിശ്വത്തിന് വേണ്ടിയോ, യെച്ചൂരിക്ക് വേണ്ടിയോ, പിണറായിക്ക് വേണ്ടിയോ അല്ല. മറിച്ച് 10, 50, 60 വർഷം കഴിയുമ്പോ ഇതേ മഞ്ചി സ്ക്വയറിൽ നിന്ന് എന്നെ പോലെ, നിങ്ങളെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഇല്ലാതെ പോകാൻ പാടില്ല. ജനാധിപത്യമായി വീണ്ടെടുത്ത സൗഭാഗ്യങ്ങളും സംവിധാനങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കണം. ആ പോരാട്ടത്തിൽ നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്നുണർന്നിരിക്കാൻ കഴിയുന്നില്ലേ എന്ന് ആ മഹാനായ മനുഷ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ പോരാട്ടമാണ്, ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ വേദിയും ഈ സംവിധാനങ്ങളും. ഞാൻ പറഞ്ഞു വെക്കാൻ എപ്പോഴും പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്. CPM-മായി ആശയവ്യത്യാസമുണ്ട്. CPM-മായി നമുക്ക് വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസുമായി ആശയ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായി ഒരു ആം ആദ്മി എന്ന് പറയുന്ന പ്രവർത്തകരുടെയും പാർട്ടിയുടെയും നമുക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷേ ആ വിയോജിപ്പത്തെ അപ്പുറത്ത് അഴിമതിയെ പറ്റി സംസാരിക്കണമെങ്കിൽ ഇവിടെ ഏകാധിപത്യ മനോഭാവമില്ലാത്ത ഒരു ഭരണാധികാര സംവിധാനം ഉണ്ടാവണം. അതുകൊണ്ട് അഴിമതിയെ പറ്റിയൊക്കെ പറയുന്നതിന് അപ്പുറമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഭക്ഷണം കഴിക്കുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ രാജ്യം വിട്ടു പോകുമെന്ന് പറയുന്ന കാര്യങ്ങൾ, വസ്ത്രം ധരിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ, നിന്റെ നെറ്റിയിൽ നിസ്കാര തരമുണ്ടെങ്കിൽ നീ ഒന്ന് വിമർശിച്ചു പോയാൽ നീ രാജ്യദ്രോഹിയാണെന്നും നീ രാജ്യം വിട്ടു പോകുന്നവരാണെന്നും പറയേണ്ടി വരുന്ന ഒരു സംവിധാനം.
അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ സൂചിപ്പിച്ച ജനാധിപത്യപരമായ മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ പോരാട്ടമാണ്. അത് അവസാനത്തെ ബസ് തന്നെ, ഒരു സംശയവും വേണ്ട. നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ ഇപ്പോഴും പറയുന്നത് അവസാനത്തെ ബസ്, ഇത് അവസാനത്തെ ബസ്സാണ്. ആ ബസ്സിൽ ജനാധിപത്യ വിശ്വാസികളും നേതാക്കന്മാരും ഭരിക്കുന്ന ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ അതിന്റെ കോട്ടം ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതിന്റെ കോട്ടം ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. എന്നെ വിഷമിപ്പിച്ച ഒരു രംഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇന്നലെ സാന്ദർഭികവശാൽ മനോരമ ചാനൽ വെച്ച് നോക്കിയപ്പോ ബത്തേരി മാനന്തവാടി കത്തോലിക്ക സഭയുടെ ബഹുമാനായ ബിഷപ്പ് ജോസ് ബെലിനേർ എന്ന് പറയുന്ന പിതാവ് കെ സുരേന്ദ്രനെ സ്വീകരിച്ചിട്ട് മോദിയുടെ ഗ്യാരണ്ടിയുടെ പുസ്തകം റിലീസ് ചെയ്തിട്ട് ചിരിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഞാന് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ സഭയിലൂടെ വളർന്നു വന്ന സഭാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും വളർന്നു വരികയും ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം, കെ സുരേന്ദ്രനെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നൽകുന്ന ഗ്യാരണ്ടിയാണ് ഭാരതത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയാതെ പറഞ്ഞുപോയി കത്തോലിക്ക സഭയുടെ അധിപനായ മനുഷ്യൻ. ഇപ്പൊ ചില ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സംവിധാനങ്ങൾക്കും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ സംഘപരിവാറുകാരൻ മുസ്ലിങ്ങൾക്കെതിരെ പണി കൊടുക്കുന്നു. അതുകൊണ്ട് സംഘപരിവാറുകാരൻ വോട്ട് ചെയ്യാമെന്ന് തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, എനിക്ക് അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് ഹോളോകോസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട്. ഹോളോകോസ്റ്റ് കൊണ്ടുപോകുന്ന ബസ്സിലാണ് കുന്നുകളെ കൊണ്ടുപോകുക. അപ്പൊ ഹോളോകോസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഹിറ്റ്ലർ യൂതന്മാരെ പിടിച്ച് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ബസ് ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് കണ്ട് കൈയടിക്കുന്ന തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ അവിടെയുണ്ട്. കൊണ്ടുപോകുന്നത് അവരെയാണല്ലോ, അല്ലേ? ഹോളോകോസ്റ്റ് നടത്താൻ കൊണ്ടുപോകുന്ന യഹൂദരെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്ന ഒരു സാധ്യതയെപ്പറ്റി, ഒരു സാഹചര്യത്തെ പറ്റി പറഞ്ഞു വെക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. പക്ഷേ അവനെ കൊന്നതിന് ശേഷം, യഹൂദനെ തലകെട്ടിയതിനു ശേഷം, അവനെ നശിപ്പിച്ചതിന് ശേഷം ഈ ഹിറ്റ്ലറും പറയും പിന്നീട് തെരഞ്ഞു വന്നത് ഈ റോഡിൽ നിന്ന് കൈയടിച്ചതിന് നേരെയാണ്. ഈ റോഡിൽ നിന്ന് ഹോളോകോസ്റ്റ് കൊണ്ടുപോകുന്നതിനെ കണ്ട് പുച്ഛിച്ചതിന് നേരെയാണ് ഹിറ്റ്ലറും സംവിധാനവും പിന്നീട് വന്നത്. അതുകൊണ്ട് ഗുരുജി ഗോൾവാർക്കർ എന്ന് പറയുന്ന RSSന്റെ താത്വിക ആചാരം എഴുതി വെച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കണം, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണം. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് BJP-കാരൻ കേക്കും വൈനുമായിട്ട് ക്രിസ്ത്യൻ സഭ മേലധികാരികളെ കാണാൻ പോയി ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് വോട്ട് പിടിക്കാൻ വന്നു. ക്രിസ്ത്യനുകളുടെ വീട്ടിലേക്ക് വോട്ട് കേക്കും വൈനുമായിട്ട്. അന്ന് ചില സഭാ നേതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വരട്ടെ സ്വീകരിക്കാൻ വേണ്ടി, അവരുടെ വൈനും കേക്കും കുടിക്കാം. പക്ഷേ 3 ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ കണ്ട മഹനീയ വ്യക്തിത്വമുടമയായ കുഷ്ഠരോഗികളുടെ വ്രണവും അവന്റെ പരിവും അവന്റെ അഴുക്കും അതിൽ വൃത്തിയാക്കി അതിൽ ചുംബിച്ച് അനാഥ ബാല്യത്തിന് വേണ്ടി ഭക്ഷണത്തെ കൈനീട്ടാൻ ചെന്നപ്പോ ഭക്ഷണം കൊടുക്കാതെ സ്വന്തം ചെവിക്കുറ്റിക്ക് അടിച്ച സമയം, ഇപ്പൊ നിങ്ങൾ എന്റെ ചെവിക്കുറ്റിക്ക് അടിക്കാൻ അടിച്ചില്ലേ, മറ്റേ കൈ കൊണ്ട് എനിക്ക് പണം തായെന്ന് ആവശ്യപ്പെട്ട മദർ തെരേസയ്ക്ക് ഭാരരത്ന കൊടുത്തപ്പോ ആ ഭാരരത്ന തിരിച്ചെടുക്കണമെന്ന് സംഘപരിവാരം പറഞ്ഞത് ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് BJP-കാരോട് ചോദിക്കണം. ആ ചോദ്യത്തിന് ശേഷമേ അവനെ ടേക്കുമായി വാങ്ങിച്ചു കുടിക്കാവൂ എന്ന് പറഞ്ഞു. അത് മാത്രമല്ലല്ലോ, നമ്മൾ കണ്ടവരെ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു. തിരുസ്വരൂപം, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ സ്വന്തം അമ്മയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്ക് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് കല്ലെറിയുന്നു. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യനെയും കുടുംബത്തെയും പച്ചയ്ക്ക് കത്തിച്ചവന് പാർലമെന്റിൽ അവന് സീറ്റ് കൊടുത്ത് അവനെ MP ആക്കിയ സംഘപരിവാർ സംഘം. അവസാനം സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു ജെസ്യൂട്ട് പാതിരി, 83 വയസ്സുള്ള ഒരു ജെസ്യൂട്ട് പാതിരി ഭീമാ കൊറേഗാവ് കേസിൽ അന്യായമായി അദ്ദേഹത്തെ അകത്താക്കിയതിനു ശേഷം ആദിവാസിക്കും ദളിതനും വേണ്ടി വിമോചന സമരം നയിച്ചതിന്റെ പേരിൽ UAP എന്ന് പറയുന്ന കിരാത നിയമം, അതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ INA പിടിച്ചകത്തിട്ടതിനു ശേഷം ആ മനുഷ്യൻ നീതിപീഠത്തോടും സംഘപരിവാർ സംവിധാനത്തോടും പറഞ്ഞത്, എനിക്ക് ജാമ്യം വേണ്ട, എനിക്കൊരു സ്ട്രോ തരൂ, എന്റെ കൈ വിറയ്ക്കും, ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാൻ, എന്റെ ഗ്ലാസ് പിടിക്കാൻ എനിക്ക് കഴിയില്ല, ഒരു സ്ട്രോ തരൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ട്രോ കൊടുക്കാൻ വേണ്ടി ബെയിൽ ആവശ്യപ്പെടാതെ സ്ട്രോ കൊടുക്കാൻ വേണ്ടി 50 ദിവസം നീട്ടിക്കൊടുക്കുകയും
50-ാം ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ, മരുന്ന് കഴിക്കാൻ കഴിയാതെ, പക്ഷാഘാതം പിടിപെട്ട് ഭരിച്ചുപോയ ജെസ്യൂട്ട് പാതിരിയായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പരിഹരിച്ചിട്ട് വേണം, ഇതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് വേണം, ഇതിനൊക്കെ ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും നിരുപാധികം മാപ്പ് പറഞ്ഞിട്ട് വേണം ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കുക. അതുകൊണ്ട് ഇവർ പടച്ചുവിടുന്ന മുസ്ലിം വിദ്വേഷം നെഞ്ചിലേറ്റി, ഇവർ പടച്ചുവിടുന്ന അനാവശ്യമായ മുസ്ലിം വിദ്വേഷം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച്, വർഗീയവാദത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മനുഷ്യനെ വിഘടിപ്പിച്ചതിന് ശേഷം ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കാൻ വരുന്ന സംഘപരിവാറിന്റെ മുഖത്ത് നോക്കി നിനക്ക് വോട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഈ നാട്ടിലെ മതേതരത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ കാണിക്കണം. അത് കാണിച്ചില്ല എങ്കിൽ കേരളം മറ്റൊരു വർഗീയമായ സ്ഥലമായി മാറും. അതിന് ആം ആദ്മിക്കാർ ഉത്തരവാദിത്തമുണ്ട്, അതിന് CPM-കാർ ഉത്തരവാദിത്തമുണ്ട്, അതിന് കോൺഗ്രസ്സുകാർ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ മുന്നണിയുടെ പടലപ്പിണക്കങ്ങളും അതിനുശേഷമേ ഉള്ളൂ താൻ സ്ഥാനമാനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു വിനോദ് സർ.